ഓൾ വെൽക്കം ടു K2CC. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അടുത്ത ഫോംസ് ഓഫ് ലേണിംഗ് ആയാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. സോ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഇവിടെ സൈഡിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് കുഞ്ഞിൽ എന്താ ഈ കളിക്കുടുക്ക ബാലരമയിലൊക്കെ വഴി കാണിക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നോ? ഇവിടെ നോക്കിക്കേ, ഒരു ഡോഗുണ്ട്, അതിൻ്റെ ഒരു കിണലുണ്ടെന്ന് കരുതുക. അപ്പോൾ സപ്പോസ് ഈ ഡോഗിന് എന്ത് ചെയ്യണം, ഈ കിണലിലോട്ട് പോകണം. അപ്പോൾ അതെന്ത് ചെയ്യും, ഓരോ പാത്ത് നോക്കും, എവിടെയെങ്കിലും ബ്ലോക്കായി വന്ന വഴി തിരിച്ചു പോയിട്ട് നെക്സ്റ്റ് പാത്ത് നോക്കും. അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് തന്നെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങും. അതായത് ഏജൻറ് ലേൺസ് ഫ്രം എ സീരീസ് ഓഫ് പണിഷ്മെൻറ്റ് ഓർ റിവാർഡ്. ഒന്നുകിൽ എന്ത് ചെയ്യും, നമ്മുടെ റോബോട്ട് കുറച്ച് പണിഷ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ റിവാർഡിലൂടെ പഠിക്കും. അതായത് ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യുമ്പോൾ ശരിയാണെങ്കിൽ പോസിറ്റീവ് റിവാർഡും തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞ് പണിഷ്മെൻ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവാർഡും കൊടുക്കുന്നതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഏജൻറ്റ് എന്താണെന്നറിയാമല്ലോ, എനി എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ഒബ്സർവ് ദ എൻവയോൺമെൻറ്റ്. ഏതൊരു എൻറ്റിറ്റിയും ആവട്ടെ, ഏതൊരു വസ്തുവുമാവട്ടെ, വേർഡിനെ നോക്കുന്ന ഏതൊരു വസ്തുവിനെയും പറയുന്നതാണ് ഏജൻറ്റ്. മനുഷ്യനാവാം, മെഷീനാവാം, എന്ത് വേണേലും ആവാം. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ഏജൻറ്റ് ഈസ് പ്രസൻറ്റ്. ഏത് സിറ്റുവേഷനിലാണോ ഏജൻറ്റ് നിൽക്കുന്നത് അത് എൻവയോൺമെൻറ്റ്. സോ ഈ ഒരു ഫിഗറിൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പാത്ത്. ഏജൻറ്റ് എന്ന് പറയുന്നത് ഈ ഡോഗ് ആയിരിക്കും. പോളിസി മീൻസ് ആക്ഷൻസ് ഓർ മൂവ്സ് ടേക്കൺ ബൈ ദ ഏജൻറ്റ്. ഏജൻറ്റ് എടുക്കുന്ന ആക്ഷൻസിനെ അല്ലെങ്കിൽ മൂവ്സിനെയാണ് പോളിസി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദ സിറ്റുവേഷൻ റിട്ടേൺ ബൈ ദ എൻവയോൺമെൻറ്റ് ആഫ്റ്റർ ഈച്ച് ആക്ഷൻ ഓഫ് ഏജൻറ്റ്. ഏജൻറ്റ് ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റിൽ എവിടെ നിൽക്കുന്നു അതിനെയാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ഈ ഏജൻറ്റ് ഇവിടെയാണെങ്കിൽ നേരെ പോയി റൈറ്റ് എടുത്തു. സോ ഇപ്പോൾ ആക്ഷൻ എടുത്തപ്പം ഏജൻറ്റ് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതാണ് ഏജൻറ്റിൻ്റെ സിറ്റുവേഷൻ. അതായത് ദ സിറ്റുവേഷൻ റിട്ടേൺ ബൈ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ എവിടെയാണോ നിൽക്കുന്നത് ആഫ്റ്റർ ദ ഈച്ച് ആക്ഷൻ ഓഫ് ഏജൻറ്റ്. ഏജൻറ്റിൻ്റെ ഓരോ ആക്ഷന് ശേഷം. അതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. അപ്പോൾ ഈ ഫിഗർ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റിൽ ആക്ഷൻ ചെയ്യുന്നു. എങ്ങനെ ഏജൻറ്റ് എങ്ങനെയാണ് എൻവയോൺമെൻറ്റിൽ ആക്ഷൻ ചെയ്യുന്നത്? ഈ എൻവയോൺമെൻറ്റിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് പോസിറ്റീവ് റിവാർഡ് കിട്ടുകയാണെങ്കിൽ മാത്രം ഏജൻറ്റ് ആക്ഷൻ ചെയ്യുന്നു. ഇവിടെ മുകളിൽ സീക്വൻസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്, അതായത് നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ RL എന്ന് പറയുന്നത്, 6L എന്നും പറയും കേട്ടോ. അത് റിവാർഡ്സിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും ഒരു സീക്വൻസ് ആണ്. ലേൺസ് ബൈ മാക്സിമം റിവാർഡ് ഫംഗ്ഷൻ. ഒരുപാട് റിവാർഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിവാർഡ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യുമ്പോഴാണ് ഓരോന്ന് പഠിക്കുന്നത്. ഇതെന്താണ്, ലേണിംഗ് ടു ആക്ട് ത്രൂ ട്രയൽ ആൻഡ് എറർ. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ എന്തുവാ, പരീക്ഷിക്കുക, തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം RL ലേൺസ് എ സ്ട്രാറ്റജി ടു മാക്സിമൈസ് ദ റിവാർഡ്. RL എപ്പോഴും എടുക്കുന്ന പോളിസി മീൻസ് ആക്ഷൻ അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായിരിക്കും, റിവാർഡ് മാക്സിമൈസ് ചെയ്യുക എന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്.